Hey Meta, take a video. വെൽക്കം ടു ഫ്രീ ടോക്ക് ബോക്സ്. 2025 ജൂലൈയിൽ 11-ാം തീയതി മെറ്റയുടെ പുതിയൊരു ക്ലാസ് റിലീസാകാൻ പോവുകയാണ്. മെറ്റ റീബൻ ബ്രാൻഡിൽ ഇറക്കിയിട്ടുള്ള മെറ്റയുടെ AI ഗ്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് കുറേ AI ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ടായിരുന്നു മെറ്റ അവരുടെ ആദ്യത്തെ സാധനം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. മെറ്റയുടെ പുതിയ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അവർ അതിൻ്റെ അകത്ത് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ VR ഹെഡ്സെറ്റ് നമ്മുടെ ഒരു ഗ്ലാസിൻ്റെ അകത്തേക്കുള്ള കൊണ്ടുവരാനുള്ള രീതിയാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാണെന്ന് പറഞ്ഞാൽ മെറ്റയുടെ പുതിയ സാധനം അവർ റിലീസ് ചെയ്യാൻ പോകണം. 3K റെസൊല്യൂഷനിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫുട്ടേജിന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ വെച്ചിട്ടുള്ള സാധനമാണ് അവർ ഇറക്കാൻ പോകുന്നത്. 2 വേരിയന്റിലാണ് ഇത് ഇറങ്ങുന്നത്. ലിമിറ്റഡ് എഡിഷൻ HSTR എന്ന് പറയുന്ന ഒരു വേരിയന്റും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് മോഡലും. നമ്മുടെ ലിമിറ്റഡ് എഡിഷൻ മോഡലിന്റെ റേറ്റ് വരുന്നത് 43,200 രൂപയാണ് ഇന്ത്യൻ മണി വെച്ചിട്ട് പറയുമ്പോൾ, അതായത് $499. സ്റ്റാൻഡേർഡ് മോഡലിന് വരുന്നത് 34,546 രൂപ, അതായത് 399 രൂപ ഇപ്പോഴത്തെ ഡോളർ റേറ്റ് വെച്ചിട്ട്. ലിമിറ്റഡ് എഡിഷന്റെ പ്രീ ബുക്കിംഗ് ഒക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമറ അതേപോലെ സ്പീക്കർ AI സിസ്റ്റം ഒക്കെ ബിൽഡ് ചെയ്തേക്കുന്നത് മെറ്റയാണ്. ഇവരത് കൊളാബ് ചെയ്തിട്ടാണ് ഇറക്കിയേക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഫ്രെയിം സിസ്റ്റം ഒക്കെ ചെയ്യുന്ന ഒക്ടിയ ഇതിന്റെ ഫ്രെയിമും അതേപോലെ ലെൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒക്ടിയ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഒക്ടിയ എന്ന് പറയുന്നത് 1980 കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു ബ്രാൻഡാണ്. വേൾഡ് ലാർജസ്റ്റ് ലെൻസ് വെയർ നിർമ്മിക്കുന്ന കമ്പനിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. സോ അവരുടെ ഡിസൈനിലാണ് സാധനം പുറത്തിറങ്ങുന്നത്. സോ നിങ്ങൾ അതിന്റെ അഡ്വർടൈസ്മെന്റും ആഡൊക്കെ ഞാൻ പരസ്യവും അതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോക്കകത്ത് വെച്ചേക്കാം. എന്നാണെങ്കിലും മാസീവ് സാധനമാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് വലിയൊരു അപ്ഡേഷൻ നമ്മുടെ മെറ്റയുടെ റീബാൻ്റെ ക്ലാസ്സിൽ നിന്ന് വലിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയുന്നത് 3K റെസൊല്യൂഷൻ ഫുട്ടേജ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സിസ്റ്റം അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. അതേപോലെ നോയിസ് ക്യാൻസലേഷനും ക്യാമറ ക്ലാരിറ്റിയും ബാറ്ററിയും എല്ലാം അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഈ സാധനം ഇറക്കാൻ പോകുന്നത്. ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്താണ് UAയിലും കാനഡയിലും UK-യിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ആദ്യം ഇതിറങ്ങും. ഇന്ത്യയിലേക്കും മെക്സിക്കോയിലേക്കും അതേപോലെ UAയിലേക്കും 2025 ലാസ്റ്റോടെ ഇത് ലോഞ്ച് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. സാധനം എന്നാണെങ്കിലും ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് മേടിക്കാൻ പറ്റില്ല, മേടിക്കുന്നവർ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് കയറി കാണാൻ പറ്റുന്നതാണ്. സോ ക്യാമറയുടെ കാര്യം ഞാൻ പറഞ്ഞു. ക്യാമറ അവർ അത്യാവശ്യം നല്ല രീതിയിലുള്ള അപ്ഡേഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. റെസൊല്യൂഷൻ 12 MB സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പഴയ റീബാൻ മെറ്റേനേക്കാളും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു അപ്ഗ്രേഡ് ഇവർ ക്യാമറ റെസൊല്യൂഷന്റെ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് 3K അൾട്രാ HD വീഡിയോ ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ക്യാമറകളും സെൻസറുകളുമാണ് ഇതിൻ്റെ അകത്ത് അവർ വെച്ചിരിക്കുന്നത്. അത് 12 MB സ്റ്റിൽ ഇമേജ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഷട്ടർ കൺട്രോൾ എന്ന് പറയുന്നത് സ്വിച്ചോ കാര്യങ്ങളൊന്നുമല്ല, വോയിസ് കമാൻഡ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. വോയിസ് അസിസ്റ്റന്റിലാണ് ക്യാമറ വർക്ക് ചെയ്യുന്നതും അല്ലെങ്കിൽ ഗ്ലാസ് ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നത്. ഹേയ് മെറ്റ ടേക്ക് ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും, അത് സെൻഡ് ചെയ്യാൻ പറഞ്ഞ് സെൻഡ് ചെയ്യും. അതേപോലെ തന്നെ ഉള്ള കുറേ സാധനങ്ങൾ ക്യാമറയുടെ ഭാഗത്തുനിന്ന് അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യണോ അല്ലയോ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സേഫ്റ്റി പ്രിക്കോഷന്റെ ഭാഗമായിട്ട് അവരൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിപ്പോൾ ക്യാമറ പ്രവർത്തിക്കുന്ന സമയത്ത് അത് ബ്ലിങ്ക് ആവും. അപ്പം ഓപ്പോസിറ്റുള്ള ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും ക്യാമറ ഷൂട്ടിംഗ് ആണെന്നുള്ളത്. സോ അത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് അപ്രൂവൽ കിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഒളി ക്യാമറ ഒക്കെ പോലെ സാധനം വർക്ക് ആവില്ല, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. സോ എന്നാണെങ്കിലും ആ സാധനം ഉണ്ട്. അൾട്രാ സ്റ്റേബിൾ ഫുട്ടേജ്, അതായത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള ഫുട്ടേജും കാര്യങ്ങളൊക്കെ അതിനകത്ത് എടുക്കാൻ പറ്റും. ഓടുമ്പോഴും ചാടുമ്പോഴൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫുട്ടേജ്, സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള ഫുട്ടേജ് ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് തരിക എന്ന് പറയുന്നത്. ഓഡിയോ സിസ്റ്റം എന്ന് പറയുന്നത് അവർ മാസീവായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എന്ന് പറയുന്നത് ഓപ്പൺ ഇയർ സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ സ്പീക്കർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട്. ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് ക്ലിയർ സ്ട്രോങ് ഓഡിയോ ഔട്ട്പുട്ട് ആണ് വരുന്നത്. അതേപോലെ തന്നെ എൻഹാൻസിങ് ബേസ് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. കോളും മ്യൂസിക്കും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കേൾക്കുക എന്ന് പറയുന്നത്. അത് 5 മൈക്രോഫോൺ ആണ് പല സ്ഥലങ്ങളിലായിട്ട് മെറ്റ ഗ്ലാസിൻ്റെ അകത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത്. ഈ ക്യാപ്ചർ ചെയ്യുന്ന സാധനത്തിന് AI വെച്ചിട്ട് അത് ഒപ്റ്റിമൈസ് ചെയ്ത് അതിന്റെ നോയ്സ് റിഡക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടായിരിക്കും ഔട്ട്പുട്ട് അങ്ങോട്ടേക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. പിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കട്ട് ചെയ്ത് പുറത്ത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എല്ലാം കട്ട് ചെയ്തിട്ടായിരിക്കും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന കോളൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും വരുന്ന ഔട്ട്പുട്ട് വോയിസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്ലാരിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും കേൾക്കുന്ന ആൾക്ക്. അതേപോലെ തന്നെ സ്മാർട്ട് ഓഡിയോ സിസ്റ്റം എന്ന് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ടച്ചോ സ്വിച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സാധനത്ത് നമ്മൾ വോയിസ് കമാൻഡ് വെച്ചിട്ടായിരിക്കും പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അതിന് ഹേ മെറ്റ റെക്കോർഡ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റ വീഡിയോ റെക്കോർഡ് ആകും. അതേപോലെ തന്നെ ഹേ മെറ്റ ടേക്ക് എ ഫോട്ടോ ആൻഡ് സെൻഡ് which person you need to send that photo in WhatsApp. ആ വാട്സപ്പിൽ അയാളുടെ പേര് പറഞ്ഞിട്ട് അയാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് സാധനം സെൻഡ് ആവും. അതേപോലെ തന്നെ അവർ ആഡിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് വാട്ട് ഈസ് ദ വെദർ ലൈക്ക് നൗ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വോയിസ് കമാൻഡുകളിലായിരിക്കും ഈ സാധനം വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. ഫുൾ വോയിസ് മെറ്റ വോയിസ് കമാൻഡ്. ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള അപ്ഡേഷൻ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രീവിയസ് ആയിട്ട് നമ്മുടെ റേബാൻ്റെ മെറ്റ ക്ലാസ്സിൽ ഉണ്ടായിരുന്നതിനേക്കാളും അത്യാവശ്യം നല്ല രീതിയിലുള്ള അപ്ഗ്രേഡ് ബാറ്ററി സെക്ഷനിലും അവർ കൊടുത്തിട്ടുണ്ട്. മാക്സിമം യൂസേജ് എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്. അതായത് റെക്കോർഡിങ്ങും AI അസിസ്റ്റന്റ് യൂസ് ചെയ്യുകയാണെങ്കിലും മ്യൂസിക്കും കോളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 8 മണിക്കൂർ ബാക്കപ്പ് കിട്ടും. അതേപോലെ തന്നെ
സ്മാർട്ട് ടൈം സിസ്റ്റം എന്ന് പറയുന്നത് 19 മണിക്കൂറത്തേക്ക് നമുക്ക് പവർ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സാധനം വർക്കാക്കാൻ പറ്റും. അതേപോലെ തന്നെ വിത്തിൻ ചാർജ് കേസ് ആണ്, 48 മണിക്കൂറിൽ നമുക്ക് ആ കേസിന് ചാർജ് ചെയ്യാൻ പറ്റും. അതൊരു പവർ ബാങ്ക് പോലെ വർക്ക് ചെയ്യും. നമുക്കറിയാം മെറ്റയുടെ ഗ്ലാസ് വെക്കുന്ന കവർ എന്ന് പറയുന്നത് ഒരു പവർ ബാങ്ക് പോലെ വർക്ക് ചെയ്യും. നമ്മൾ ഗ്ലാസ് ഊരി അതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ 48 മണിക്കൂറുള്ള കപ്പാസിറ്റി അതിനുണ്ട്. നമുക്ക് വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 8 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ ഒരു 6 മണിക്കൂർ 5 മണിക്കൂറൊക്കെ സിമ്പിളായിട്ട് കിട്ടേണ്ടതാണ്. ഇവർ പറയുന്നതിനേക്കാളും എന്നാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സിസ്റ്റത്തിലായിരിക്കും ബാറ്ററി ബാക്കപ്പ് കിട്ടുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. 50% ചാർജ് ആകാൻ 20 മിനിറ്റ് മാത്രമേ അത് എടുക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഫുൾ ചാർജിങ് ടൈം എന്ന് പറയുന്നത് 60 to 80 മിനിറ്റ് ആണ് ഫുൾ ചാർജിങ് ടൈമായിട്ട് അവർക്ക് വേണ്ടതെന്ന് പറയുന്നത്. അതായത് ആ കേസിന് വേണ്ടതെന്ന് പറയുന്നത് USB-C ടൈപ്പ് ആണ് നമുക്ക് ചാർജിങ് പോർട്ട് വരുന്നത്. ബാറ്ററി ഫുൾ ആയോ എന്ന് അറിയാനൊക്കെ ആയിട്ട് നമുക്ക് വോയിസ് കമാൻഡ് ഉണ്ടാവും, വിഷ്വൽ കമാൻഡ് ഉണ്ടാവും. അതേപോലെ തന്നെ ട്രാക്കിംഗ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് അവരുടെ മെറ്റഡ് ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇത് ട്രാക്ക് ചെയ്ത് ഇത്ര ചാർജ് ഉണ്ട്, എന്നൊക്കെയാണ് ഇതിൻ്റെ സംവിധാനങ്ങൾ എന്നൊക്കെ അറിയാനായിട്ട് പറ്റുന്ന സിസ്റ്റവും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പെട്ടെന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇത്രയും സാധനത്തിലുള്ള അപ്ഡേഷൻസ് അതിന് കൊടുത്തിട്ടുണ്ട്. ഈ മെറ്റയുടെ ഫ്യൂച്ചറിലെ അഡ്വർടൈസ്മെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മെറ്റ ഫ്യൂച്ചറിൽ ഗ്ലാസിനെ വെച്ചിട്ട് കാണിക്കാൻ പോകുന്നത് അത് മെറ്റ ഫ്യൂച്ചറിലല്ല, അവർ പ്രോട്ടോടൈപ്പ് പോലത്തെ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് പബ്ലിക്കലി കൊടുക്കാൻ തുടങ്ങിയിട്ടല്ല, സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെന്നാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനില്ല, ഇതിന് പകരം ഇവിടെ സ്ക്രീൻ വരും. അതിൻ്റെ അകത്ത് ഗെയിം കളിക്കാം, വീഡിയോ കോൾ ചെയ്യാം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഗ്ലാസിൻ്റെ അകത്ത് കൂടെ പറ്റും. നമുക്കൊരു VR ബോക്സ് എന്ന് പറയുന്നത് ഈ ഗ്ലാസിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മെറ്റയുടെ പുതിയ സാധനങ്ങൾ വരുന്നത്. അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിലാണ് മെറ്റയുടെ പുതിയ ഗ്ലാസ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്നത് മാരത്തൺ അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർ, അതേപോലെ തന്നെ ഡെയിലി ലൈഫ് ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ബാറ്ററി കപ്പാസിറ്റിയും ഇത്ര നല്ലൊരു വിഷ്വൽ ക്വാളിറ്റിയും കൊടുത്തിരിക്കുന്നത്. ഭയങ്കര സിമ്പിൾ ആകാൻ പോവുകയാണ്. നമ്മുടെ ഫോണിൻ്റെ അടുത്തൊരു സെറ്റപ്പ് ഡിവൈസ് കണക്റ്റിംഗ് എന്ന് പറയുന്നത് കണക്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്താലാണ് ഈ സാധനങ്ങളെല്ലാം വർക്ക് ആവുള്ളൂ. കാരണം ഡാറ്റ ഒക്കെ ഉണ്ടെങ്കിലേ അത് നെറ്റ്വർക്ക് ഉണ്ടെങ്കിലേ നെറ്റൊക്കെ വർക്ക് ആവുള്ളൂ. എന്നാൽ അതുപോലെ തന്നെ ഇത് ഫുള്ളി വാട്ടർ പ്രൂഫ് അല്ല. ഇതിൻ്റെ വാട്ടർ പ്രൂഫ് കപ്പാസിറ്റി എന്ന് പറയുന്നത് IPFX4 വാട്ടർ റെസിസ്റ്റൻസ് ആണ്. അത് കുഞ്ഞ് റെയിനും അതേപോലെ തന്നെ സ്വെറ്റും അങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ, പൊടി സാധനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ സെറ്റപ്പ് എന്ന് പറയുന്നത്. മെറ്റ എന്ന് പറയുന്നത് സക്കർബർഗ് വേറെ ലെവലിലാണ് മെറ്റയെ കൊണ്ട് ഇനി എത്തിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പബ്ലിക്കലി ഓപ്പൺ ആക്കിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ വാട്സപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയുന്നത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് പുള്ളി സാധനം, അതായത് ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് തൊടാണ്ട് നമ്മുടെ മെറ്റേനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ മെറ്റയായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവർ മെറ്റയുടെ ഗ്ലാസ് പോലത്തെ സാധനം ഇറങ്ങുന്നത്. മെറ്റ ഇറങ്ങി കഴിയുമ്പോൾ അത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഫ്യൂച്ചറിൽ അത് ഉറപ്പായിട്ടും കൂടും. കാരണം നമുക്കറിയാം ഈ വ്ളോഗൊക്കെ എടുക്കാൻ ഇപ്പോൾ ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ ക്യാമറ എടുത്ത് ഇങ്ങനെ വെച്ച് അങ്ങനെ വെക്കുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ഷൈ ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇവർ ഇറക്കുന്നത്. സക്കർബർഗ് എന്നാണ് ഇതിന് സാധനം പൊളിക്കാൻ പോവുകയാണ്. Evolution takes centuries. We don't have that kind of patience.